ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മീയരായ നമ്മൾ ചില സമയങ്ങളിലൊക്കെ എടുക്കുന്ന തെറ്റായ തീരുമാനങ്ങളും തെറ്റായ പ്രവൃത്തികളും ദൈവിക ശിക്ഷാവിധി വിളിച്ചു വരുത്തുന്നതും നമ്മൾ അനുഭവിക്കേണ്ടുന്ന ദൈവാനുഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നതുമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം നമുക്കറിയാവുന്നതാണ്. ഊരിയാവിൻ്റെ ഭാര്യയെ എടുത്ത ഒരു സംഭവം. പക്ഷെ ഞാൻ ആ ഒരു സംഭവം വായിച്ചപ്പോൾ ഒരു കാര്യം എന്നെ അത്ഭുതപ്പെടുത്തി. അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 2 ശമൂവേൽ 11 അധ്യായത്തിലാണ്. അതിൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും വാക്യങ്ങളിൽ 2 ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒന്ന്, മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. സന്ധ്യാസമയത്ത് മെത്തയിൽ നിന്ന് എഴുന്നേറ്റു, രാജധാനിയുടെ മുകളിൽ ഉലാവിക്കൊണ്ടിരുന്നു. 2-ാമത്തേത്, പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ. അങ്ങനെയാണ് ആ സംഭവത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു കാര്യവും വെറുതെ ദൈവവചനത്തിൻ്റെ അകത്ത് രേഖപ്പെടുത്തത്തില്ല. പക്ഷെ പല സമയത്ത് നമ്മളത് വെറുതെ അങ്ങ് വായിച്ചു വിട്ട് അത് ധ്യാനിക്കാനോ അതൊരു ചരിത്ര സംഭവമായി മാത്രം ഈ ചരിത്രമാണല്ലോ എന്നൊക്കെ കരുതി നമ്മളതിനെ അങ്ങ് വിട്ടുകളയുകയാണ്. പക്ഷെ അതിനൊക്കെ നമ്മളോട് സംസാരിക്കാനായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന ചില ബോധവൽക്കരണങ്ങളുണ്ട്. എന്തിനീ ബോധവൽക്കരണം നൽകുന്നത്? അത് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാനായിട്ടാണ്. നമ്മൾ പല സമയത്തും ആത്മീയ ജീവിതമൊക്കെ നയിച്ചിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവിക ശിക്ഷാവിധി വിളിച്ചു വരുത്താനും ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകാനും, എന്തിനേറെ പറയുന്നു, കണ്ണുനീരിനും വേദനകൾക്കുമൊക്കെ കാരണമായി തീരാറുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ ഒരിക്കലും ശിക്ഷാവിധിക്ക് കാരണമായി തീരരുത്. ദൈവത്തെ മറക്കാൻ കാരണമായി തീരരുത്. അതാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ആത്മീക ജീവിതം എത്രത്തോളം ഗൗരവമുള്ളതായി തീരണമെന്നുള്ളത് ഈ ഒരു ദൈവജന സന്ദേശം കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഒരാലോചന തരുമെന്ന് നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ആ ഒരു വേദ ചിന്തയിലേക്ക്, ദൈവം തരുന്ന ആലോചനയിലേക്ക് നമുക്ക് പോകാം. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ദാസനെന്നൊക്കെ വിളിച്ച് ദൈവം അത്രയ്ക്ക് സ്നേഹിച്ചൊരു ദൈവമനുഷ്യനാണ് ദാവീദ്. അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ വായിക്കുന്നത് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചന ചെയ്ത മനുഷ്യനാണ് ദാവീദ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു വമ്പൻ പരാജയമായിരുന്നു ഊരിയാവിൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യയായിട്ട് എടുത്തത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ അതെടുക്കാനുണ്ടായ സാഹചര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് പ്രത്യേകാൽ ഇന്ന് ആഗ്രഹിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ്? ഞാൻ പറഞ്ഞ 2 ശമൂവേൽ 11 അധ്യായം 1-2 വാക്യങ്ങൾ, ഈ 2 വാക്യങ്ങൾ വളരെ ഗൗരവമായി ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ യോവാബും മറ്റുള്ള സൈനികരുമൊക്കെ അമ്മോന്യദേശത്തെ അതിനെ നിരോധിച്ചുകൊണ്ട് യുദ്ധമുഖത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് ദാവീദ് യെരൂശലേമിലാണ്. 2-ാമത്തെ വാക്യം, ഒരു നാൾ സന്ധ്യയാകുമ്പോൾ മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് മാളിക മുറിയിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാഴ്ച തൻ്റെ കണ്ണിൽപ്പെട്ടു. അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കുളിക്കുന്നത് കണ്ടു. എന്താണ് സംഭവം? നമ്മൾ തിരിച്ചറിയേണ്ടുന്ന ഗൗരവമായ ഒരാത്മീക യുദ്ധമുഖമുണ്ട്. പിറ്റേ ആണ്ടിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഇതിന് തലേ അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് യുദ്ധം ചെയ്ത് നേടിയെടുത്ത വിജയം നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു വിജയത്തിന് ശേഷമുള്ള ഒരലസതയാണ് ദാവീദിനെ ഒരു വലിയ പാപത്തിലേക്ക് എത്തിച്ചത്. ശ്രദ്ധിക്കുക, നമ്മുടെ അലസതകളും നമ്മുടെ ഉദാസീനതകളും ഗൗരവമില്ലാത്ത ആത്മീക ജീവിതവും പാപത്തിലേക്കുള്ള വഴി തുറക്കുകയും ആ പാപപ്രവൃത്തികൾ പല സമയങ്ങളിലും
ദൈവകോപത്തെ വിളിച്ചു വരുത്തുന്നതിനും ഇടയാക്കാറുണ്ട്. ഇന്ന് ഒരുപാട് ആത്മീകരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ പിശാച് കൊണ്ടുവന്നതല്ല. സ്നേഹത്തോടെ ഞാൻ പറയാം, ഉണ്ട്, പിശാച് കൊണ്ടുവരുന്നതുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ നല്ല പങ്കും ഇത്തരത്തിൽ ഗൗരവമില്ലാതെ ദൈവത്തോട് ചോദിക്കാതെ എന്തുമാകാമെന്നുള്ള ധാരണയിൽ എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതുണ്ടാകാതിരിക്കാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്നവർക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകട്ടെ. പല സമയത്തും ഇതൊന്നും പഠിപ്പിക്കാറില്ല, അല്ലെങ്കിൽ പറയാറില്ല, അല്ലേ? ദാവീദിനൊരു പാപം പറ്റി, ദാവീദ് കണ്ണിൽ പാപം സംഭവിച്ചു എന്നൊക്കെയാണ്. പക്ഷേ ഈ കണ്ണുകളിലൂടെയുള്ള പാപം, ഈ പാപത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ണുകളിലൂടെയുള്ള പാപം, ഒരു പാപം അടുത്ത പാപത്തിന് വഴി തുറക്കും. ഒരു കള്ളം പറഞ്ഞാൽ ആ കള്ളത്തെ നിലനിർത്താൻ അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ 100 കള്ളങ്ങൾ പറയേണ്ടി വരും. 10ാമത്തെ പാപമാണ് സത്യത്തിൽ ഈ 10 കൽപ്പനകളിലെ 10ാമത്തെ പാപമാണ് മോഹിക്കരുതെന്ന് പറയുന്നത്. ആ ഒരു പാപമാണ് ആദ്യം ദാവീദ് ചെയ്തത്. പക്ഷെ പിന്നീട് സഡൻലി 6, 7, 8, 9, 10 മൊത്തം ലംഘിച്ചു. അതായത് കൂട്ടുകാരൻ്റെ ഭാര്യയെ എടുക്കരുത്, വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, ഇതെല്ലാം ചെയ്തു. സകല കൽപ്പനകളിൽ ലംഘിച്ചെന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു കൽപ്പനാ ലംഘനം ഒട്ടനവധി കൽപ്പനകളുടെ ലംഘനത്തിലേക്ക് പല സമയങ്ങളിലും നമ്മളെ കൊണ്ടെത്തിക്കാറുണ്ട്. നമ്മളതിനെ നന്നായി മനസ്സിലാക്കണം. ഈ റോമാലേഖനത്തിൽ ധന്യനായ പൗലോസ് അപ്പോസ്തലൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ അവസരം കിട്ടുമ്പോൾ പാപം ചതിക്കുന്നു അല്ലെങ്കിൽ വാഴുന്നു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അവസരം നമ്മൾ പല സമയങ്ങളിലും ഒരുക്കി കൊടുക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ വീഴ്ചകൾക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് പരമാവധി അവസരങ്ങൾ ഒഴിവാക്കുക. കോപിക്കാനുള്ള അവസരം, തെറ്റുകൾ ചെയ്യാനുള്ള അവസരങ്ങൾ, നമ്മൾ എത്തപ്പെടുന്ന സാഹചര്യങ്ങൾ അതിലേക്കുള്ളതാണെന്ന് മനസ്സിലായാൽ, കൂട്ടുകാർ കൂടുമ്പോൾ മറ്റു പലതിലേക്കാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായാൽ ഒഴിയുക, അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം അവിടുന്ന് മാറുക. അത് മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ദാവീദിൻ്റെ ഒരു അലസത നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് കഴിഞ്ഞ ആണ്ടിൽ അദ്ദേഹം യുദ്ധം ചെയ്തതാണ്. കാരണം 2 ശമൂവേൽ 10ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നത്തെ നേരിട്ടു. ആ പ്രശ്നത്തിൽ ഈ അമ്മോന്യരും അരാമ്യരും ഒക്കെ തമ്മിൽ ഒന്നിച്ചപ്പോൾ അരാമ്യരെ പോയി 700ഓളം തേരാളികളെയും 40,000 കുതിരച്ചേവകന്മാരെയും ഇല്ലാതാക്കി ഒരു വലിയ വിജയം ദാവീദ് നേടിയെടുത്തു. ഒരുപക്ഷെ ആ നേടിയെടുത്ത വിജയത്തിൻ്റെ ആലസ്യത്തിൽ, ഇത്രയും ആൾക്കാരെ തോൽപ്പിച്ചല്ലേ, ചെറിയ കാര്യമൊന്നുമല്ല. നമ്മൾ ഈ പറയുന്ന പോലെ 2 പേരെ പോയി അടിച്ച് കീഴ്പ്പെടുത്തിയതൊന്നുമല്ല. 700ഉം 40,000ഉമാണ് കണക്ക്. അപ്പം അത്രയും വലിയ ഒരു യുദ്ധമൊക്കെ ചെയ്ത് ശത്രുക്കളെയൊക്കെ കീഴ്പ്പെടുത്തി അതിൻ്റെ ഒരു ആലസ്യത്തിൽ, നമ്മൾ പറയുന്ന പോലെ ഒരു ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു, കുറച്ച് വിടുതലൊക്കെ കിട്ടി, ആത്മീയ വിഷയങ്ങളിൽ വിടുതലൊക്കെ കിട്ടിയപ്പോൾ ഒരാലസ്യം നമ്മളെ ബാധിച്ചു. അതായത് ഇനിയും കുറച്ച് ദിവസം ഒന്ന് വിശ്രമിക്കാം, കട്ടിലേൽ ഒന്ന് കിടക്കാം, ഒന്ന് സന്തോഷിക്കാം. സന്തോഷിക്കുന്നത് നല്ലതാണ്, പക്ഷേ ആത്മീയതയുടെ ഗൗരവം ഇല്ലാതെ പോകരുത്. അങ്ങനെ അതുകൊണ്ടാണ് 11ാം അധ്യായത്തിൽ ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോയി. അതായത് ഈ നമുക്കറിയാം, ഈ ദാവീദ്, ഞാൻ അതിൻ്റെ പിൻപിലുള്ള ഭാഗങ്ങളൊന്നും പോകുന്നില്ല. ഒത്തിരി കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഈ യെരുശലേമിൽ എത്തുന്നതും ഇതെല്ലാം പിടിച്ചെടുത്ത് രാജസ്ഥാനത്തേക്കൊക്കെ ആക്കുന്ന സംഭവങ്ങൾ അതിന് പിന്നിലുള്ള അധ്യായങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പം നിരന്തരമായ യുദ്ധങ്ങളാണ്. ഈ നിരന്തരമായി ശത്രുക്കളോടൊക്കെ യുദ്ധം ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോയി ഈ ദൈവമനുഷ്യൻ പിറ്റേ ആണ്ടിൽ തൻ്റെ കൂടെ യുദ്ധം ചെയ്തവരും പടയാളികളുമെല്ലാം യുദ്ധമുഖത്ത് വിശ്രമമില്ലാതെ ഈ പറഞ്ഞ ഊരിയാവൊക്കെ തൻ്റെ കുടുംബം പോലും കളഞ്ഞ് ഭാര്യയോട് കൂടെ പോലും ഇരിക്കാതെ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഇദ്ദേഹം കൊട്ടാരത്തിൽ താമസിച്ചു. സന്ധ്യാസമയത്തൊന്ന് ഉറങ്ങി. ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും ഉറങ്ങിയെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഒന്ന് ഉറങ്ങി മെത്തയിൽ നിന്ന് എഴുന്നേറ്റു. കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിലൂടെ ഒന്ന് ഉലാത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ സംഭവം നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മെത്തയിലൂടെ ഉലാത്തി എന്നൊക്കെ അവിടെ, മെത്തയിൽ നിന്ന് എഴുന്നേറ്റു, മട്ടുപ്പാവിലൂടെ ഉലാത്തി എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്?
ഇദ്ദേഹത്തിന് ഇതെല്ലാം കിട്ടിയത് തന്നെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. ദൈവം അല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഇതിനും പിൻപിലുള്ള ഒരു 5-6 അധ്യായങ്ങൾ നമ്മൾ പോയി ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോൾ തരം കിട്ടിയിടത്തൊക്കെ ദാവീദ് സഞ്ചരിച്ചെന്ന് എഴുതിയിട്ടുണ്ട്. തരം കിട്ടിയിടത്ത് അദ്ദേഹം ഇങ്ങനെ ഈ ഗുഹയിലും ഗഹുവരങ്ങളിലും മരുഭൂമിയിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടന്ന് എന്തായിത്തീരും ഏതായിത്തീരും കർത്താവേ എന്ന് പറഞ്ഞ് ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തിലേക്കൊക്കെ പോയി ഇങ്ങനെ നടന്ന കാലങ്ങളിൽ ദൈവം തന്നോട് വ്യക്തമായി സംസാരിക്കുമായിരുന്നു. ഈ സിക്ലാഗൊക്കെ പിടിച്ചെടുക്കുന്ന സമയങ്ങളിലൊക്കെ ദൈവം തന്നോടൊക്കെ ഇടപെട്ടതിൻ്റെ വെളിച്ചത്തിലാണ് താൻ പോകുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. അന്ന് ഒരു കുഴപ്പമില്ല, ദൈവം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു, ദൈവം ആലോചന പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ ഇവിടെ ഈ ഊരിയാവിൻ്റെ ഭാര്യയെ കണ്ട് മോഹിച്ചിട്ടും ദൈവം ഒന്നും പറയുന്നില്ല. പണ്ടത്തെ പോലെ ദൈവം ഇപ്പോൾ സംസാരിക്കുന്നില്ല. എന്താ കാര്യം? എന്താണ് കാര്യം? ദൈവത്തിന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും വന്നിട്ടല്ല. സംഭവിച്ചത് കുറച്ച് ഒരാലസ്യത്തിലേക്ക് വീണുപോയി. പല സമയങ്ങളിലും നമുക്ക് സൗകര്യങ്ങളും പദവികളും നന്മകളുമൊക്കെ ദൈവം തരുമ്പോൾ അത് ദൈവം തരും. അങ്ങനെയാണല്ലോ അദ്ദേഹം ഈ അരമനയിലേക്കൊക്കെ എത്തിയത്. അദ്ദേഹം അരമനയിൽ എത്തിയത് തന്നെ അത്ഭുതമല്ലേ? കാരണം ഇത്രയധികം കഷ്ടതയിൽ ആടിനെ മേയിച്ചുകൊണ്ട് വിജനമായ സ്ഥലങ്ങളിലും മരുഭൂമിയിലുമൊക്കെ നടന്ന മനുഷ്യൻ, ശൗലിൻ്റെ കയ്യാൽ ഒരു ദിവസം ചത്തുപോകുമെന്ന് കരുതിയ ഈ ഒരു വ്യക്തി ഈ ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിയെങ്കിൽ അതൊരു അത്ഭുതമല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലും പല സമയത്തും നമ്മൾ ആത്മീയ കുടുംബങ്ങളെ നോക്കിയാൽ കണ്ണുനീരൊഴുക്കിയും കരഞ്ഞും പ്രാർത്ഥിച്ചുമൊക്കെ ദൈവം ഓരോന്ന് നമുക്ക് തരികയാണ്. പക്ഷെ പിന്നീട് കാലങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന നന്മകൾ നമ്മുടെ വീഴ്ചകൾക്ക് കാരണമായി തീരാറുണ്ട്. അതാണ് ഞാനൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എത്തിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ ഒരു ആത്മീയ ലോകത്തിലേക്ക് നോക്കിയാൽ പണ്ടത്തെ പോലെ കഷ്ടതകളോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. പണ്ടൊക്കെ ഞാനൊക്കെ എൻ്റെ ബാല്യകാലങ്ങളിൽ ഒത്തിരി വേദനകളും കഷ്ടതകളും അനുഭവിച്ചപ്പോൾ കരഞ്ഞും പ്രാർത്ഥിച്ചും ദൈവത്തിൽ ആശ്രയിച്ചും ഒക്കെ വന്നത്. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പം പ്രാർത്ഥിക്കാൻ പറയുമ്പം എന്തിനാ പ്രാർത്ഥിക്കേണ്ടത്? വീടിന് വീട്, വാഹനങ്ങൾക്ക് വാഹനം, AC റൂം, കുഴിമന്തി, അൽഫാം, ഷവർമ, പട്ടിണിയില്ല, ദുഃഖമില്ല. അതുകൊണ്ട് തലമുറകൾക്ക് പോലും ദൈവഭയം ആ ഒരു വേണ്ടുന്ന രീതിയിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് ആ ഒരു ഗൗരവം നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ദൈവം സംസാരിക്കുന്നില്ല. ഈ ദാവീദ് ചെയ്തതുപോലെയുള്ള സംഭവങ്ങളല്ലേ ഇന്ന് നടക്കുന്നത്. മോഹിക്കുന്നു. രാജാവല്ലേ, തിരുവായ്ക്ക് എതിർവായില്ലെന്ന് പറഞ്ഞതുപോലെ കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരണം. പണ്ട് അങ്ങനല്ല. എന്തുമാകാം ഏതുമാകാം എന്നുള്ള ഒരു ധാരണയിലേക്ക് വന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ നീതിക്കും വിശുദ്ധിക്കും മാറ്റമില്ലാത്തതാണ്. അത് ദാവീദെന്നോ ഞാനെന്നോ പാസ്റ്ററെന്നോ വൈദികനെന്നോ 50 തലമുറയായി ക്രൈസ്തവനെന്നോ ഉള്ള വ്യത്യാസമൊന്നും ദൈവത്തിനില്ല. ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് ദാവീദിനോടും നമ്മളോടും എല്ലാം ഒരേ ഇടപെടിയിലാണ്. അത് മാത്രവുമല്ല, യുദ്ധമുഖത്ത് പോയി ഈ സ്ത്രീയുടെ ഭർത്താവ് കിടക്കുകയാണെന്ന് നമ്മൾ ഓർക്കണം. കണ്ണുകളിലൂടെയാണ് തൻ്റെ ആദ്യത്തെ പാപം ഉണ്ടാകുന്നത്. ഈ കണ്ണുകളിലൂടെയുള്ള പാപത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാണുന്ന ഇമ്പമായ കാഴ്ചകൾ ആസ്വദിക്കാനായിട്ടുള്ളത് പലതും കാണുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നമ്മളൊരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ, ഒരു ജോലിയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മളത് ദൈവം മുമ്പാകെ ആ കാര്യം വെച്ച്, കർത്താവേ ഞാൻ ഇന്ന കാര്യത്തിനായിട്ട് പോകുന്നു, അങ്ങയുടെ ഇഷ്ടമല്ലെങ്കിൽ എന്നെ അയക്കല്ലേ, അങ്ങയുടെ ഇഷ്ടമാണെങ്കിൽ എനിക്കത് തരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വേണം നമ്മളിതൊക്കെ ചെയ്യാൻ. 2, നമ്മുടെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. നോക്കിക്കേ, മറ്റൊരുത്തൻ്റെ ഭാര്യയല്ലേ, അതെങ്ങനെ ശരിയാകും? വ്യക്തമായ കൽപ്പന കൊടുത്തിട്ടുണ്ട്, അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്ന്. ഇത് ചെയ്തിട്ട് ദൈവം ക്ഷമിച്ചോളും എന്നുള്ള ഈ ഒരു ധാരണയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരാളെ ഒരു വലിയ പാപത്തിൽ പിടിച്ചു. പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ വ്യക്തി പറയുക, ഞാനൊരു 7 ദിവസം ഉപവസിച്ചവളാണ്,
അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്ന 7 ദിവസം ഉപവസിച്ചാൽ ഏത് പാപവും ക്ഷമിക്കുമെന്ന്. ഈ ഭോഷത്തരമൊക്കെ ഇവരോട് ആരെ പറഞ്ഞു കൊടുത്തത്? ഈ ദാവീദായിട്ട് പോലും ദൈവം അത് വെറുതെ വിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം. വേണമെങ്കിൽ ദാവീദ് ഒന്ന് ചിന്തിച്ചാൽ മതിയായിരുന്നു, ഇത് വേറൊരുത്തൻ്റെ ഭാര്യയാണ്, ഈ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഇല്ലാത്തവരായി മനുഷ്യരല്ലേ, ഇതെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഒന്നാമത്തെ നോട്ടം ഒരു പ്രശ്നവുമില്ല, രണ്ടാമത്തെ നോട്ടമാണ് ഈ കുഴപ്പം. അതായത് ഒരു സ്ത്രീ പോകുമ്പം ഞാൻ ഒന്നാമത് നോക്കി, 2 രീതിയിൽ ചിന്തിക്കാം. ഒന്ന്, സുന്ദരി കൊള്ളാം. വീണ്ടും രണ്ടാമത് നോക്കുമ്പോഴാണ് അത് പാപമായി മാറുന്നത്. പക്ഷെ ഞാനത് നോക്കി ആ മോഹം എൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ അതിനെ ഒരു പ്രവൃത്തിയാകാതെ വണ്ണം ദൈവവചനത്താൽ ഞാനൊരു ദൈവപൈതലാണ്, ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. കാരണം സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തുവെന്ന് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൻ്റെ അകത്തുള്ളപ്പോൾ ഈ മോഹത്തെ ജയിക്കണം. ഇല്ലെങ്കിൽ ആ മോഹം ഗർഭം ധരിച്ച് അതൊരു പാപമായി മാറുകയാണ്. യാക്കോബിൻ്റെ ലേഖനം അങ്ങനെയാണ്, മോഹം ഗർഭം ധരിച്ച് പാപമായി മാറുകയാണ്. ഒട്ടനവധി പാപപ്രവൃത്തികളുടെയും പിന്നിൽ ഈ മോഹമാണ്. ആഖാൻ എന്താ സംഭവിച്ചത്? വിശേഷമായ ബാബിലോണിയ അങ്കിയും വെള്ളിയും പൊന്നുമൊക്കെ കണ്ടു, മോഹിച്ചു, എടുത്തു, പാളയത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് കൂടാരത്തിൻ്റെ നടുവിൽ കുഴിച്ചിട്ടു. നമ്മുടെ ആദം ഹൗവ മാതാപിതാക്കന്മാർക്ക് സംഭവിച്ചത് എന്താ? പഴം അല്ലെങ്കിൽ ആ വൃക്ഷഫലം കാണുവാൻ നല്ലതെന്നും അത് ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്നും എന്നൊക്കെ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിനെ നമ്മളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കണ്ണുകൾക്ക് ഇമ്പമായതെല്ലാം അനുഗ്രഹമാകണമെന്നൊന്നും ഇല്ല. വളരെ സൂക്ഷിക്കണം, വളരെ സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇത് എനിക്ക് ഇതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഞാൻ വീണ്ടും പറയുകയാണ്, ദൈവം ഈ സമയത്ത് സംസാരിക്കുന്നില്ല. സത്യത്തിൽ ദാവീദിനോട് ദൈവം സംസാരിക്കാത്ത ആളൊന്നുമല്ല, സ്ഥിരമായി സംസാരിക്കുന്ന. പക്ഷെ നമ്മുടെ ആലസ്യങ്ങൾ, നമ്മുടെ അല്ലെങ്കിൽ ആ ഒരു സുഖസൗകര്യങ്ങൾ ദൈവശബ്ദത്തെ ഇല്ലാതാക്കി കളഞ്ഞു. ദൈവശബ്ദം കേൾക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ, നിരന്തരമായ ദൈവജന ധ്യാനത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കിയത്, ദൈവത്തിന് സംസാരിക്കാൻ തക്കവണ്ണം നമ്മൾ എപ്പോഴും അവൈലബിൾ ആകണം. നമ്മുടെ മനസ്സിനെ നമ്മൾ ഏകാഗ്രമാക്കുകയും ദൈവിക വിശുദ്ധിയിൽ നമ്മൾ നിലകൊള്ളുകയും ദൈവസന്നിധിയിൽ സമർപ്പിതമായൊരു ജീവിതത്തോടു കൂടി നമ്മൾ പോവുകയും ചെയ്യണം. ഇതില്ലാതെ പലതും കണ്ട് കണ്ണ് മഞ്ഞളിച്ച് ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ മെത്തയിൽ നിന്നൊക്കെ എഴുന്നേറ്റ്, അല്ലേ, നെബൂഖദ്നേസർ ഒരിക്കൽ പറഞ്ഞത്, ഞാൻ പണിത ബാബിലോൺ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹവും ഇതുപോലെ ഒന്ന് ഉലാത്തിയതാണ്. പെട്ടെന്നാണ് ദൈവം അടിച്ച ഒരു മാനസിക രോഗം ഉണ്ടായി, പ്രശ്നമുണ്ടാക്കി, പുല്ല് തിന്നുന്ന ഒരു 7 കാലം തൻ്റെ ജീവിതത്തിലായത്. അപ്പം നമ്മളൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു കാര്യം. അപ്പം ഇത് ശരിക്കും ഈ കണ്ണുകളിലൂടെ ഉണ്ടായ ഈ ഒരു ചിന്ത, ഇത് മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്, ഞാനങ്ങനെ ചിന്തിക്കാൻ പാടില്ലെന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നേനെ. സംഭവിച്ചെന്താ? ഭാര്യയെ എടുത്തു, അവളെ കൊണ്ടുവന്നു, തിരിച്ചുപോയി. ദൈവം അത് വെറുതെ വിട്ടില്ല. ഒരു പാപം ഒട്ടനവധി പാപങ്ങൾക്ക് കാരണമായി. സംഭവിച്ചത് എന്താണെന്നറിയാമോ? ദൈവം നാഥാൻ പ്രവാചകനെ തൻ്റെ അരികിൽ അയച്ചു, പാപത്തെക്കുറിച്ച് തനിക്ക് ബോധ്യം വരുത്തി. പക്ഷെ ദാവീദിൽ ഉണ്ടായിരുന്നൊരു ഗുണമാണ്, തെറ്റ് മനസ്സിലാക്കിയാൽ ഉടനടി ആ തെറ്റ് കണ്ട് അനുദപിക്കുന്ന ഒരാളായിരുന്നു. താൻ അനുദപിച്ചു. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാപത്തിന് ദൈവം ക്ഷമ കൊടുത്തു, പക്ഷേ ശിക്ഷയെ ഒരു പരിധിവരെ ദൈവം മാറ്റിയില്ല. അതായത് യഹോവയുടെ ശത്രുക്കൾക്ക് ദോഷം പറയാൻ നീ കാരണമായി. നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കണം. ഈ ആത്മീയരായ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ വാക്കുകൾ, നമ്മൾ ഈ ലോകമനുഷ്യൻ്റെ മുന്നിലേക്ക് ഇറങ്ങി ക്രൈസ്തവരായ നമ്മൾ തെറ്റായ രീതിയിൽ പ്രതികരിച്ചാൽ നിന്ദിക്കപ്പെടുന്നത് ദൈവത്തിൻ്റെ നാമമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ശ്രദ്ധിക്കുക. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വാള് നിന്റെ ഗൃഹത്തെ വിട്ടുമാറുകയില്ല. നീ ഇത് രഹസ്യത്തിൽ ചെയ്തു, ഞാൻ ഇത് സൂര്യൻ്റെ വെട്ടത്ത് വെച്ച് ഞാനിത് ചെയ്യും. അപ്പോൾ ഈ ദൈവവചനം കേൾക്കുന്ന പലരും ചിന്തിക്കും, ദൈവദാസനെ ഇത് പഴയ നിയമത്തിലേതല്ലേ? പഴയ നിയമത്തിലല്ലേ, പുതിയ നിയമത്തിലും ഉണ്ട്. തെളിവ് കൊണ്ടുത്തരാം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. എബ്രായ ലേഖനത്തിൻ്റെ അകത്ത് എഴുതിയിരിക്കുക. എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്?
എല്ലാവരോടും സമാധാനം ആചരിക്കുക. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണത്തില്ല. എന്നിട്ട് സീനായ് പർവ്വതത്തെക്കുറിച്ചും സീയോൻ പർവ്വതത്തെക്കുറിച്ചും പറഞ്ഞിട്ട് താഴോട്ട് വന്നിട്ട് പറയുക, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. അതായത് ഗൗരവത്തോടെ ജീവിച്ചോണം, ഗൗരവത്തോടെ ജീവിച്ചോണം. വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളിലേക്ക് വന്നാട്ടെ. എന്താ അവിടെ കാണുന്നത്? മാനസാന്തരപ്പെടുവാൻ ഞാൻ അവൾക്ക് സമയം കൊടുത്തു, പക്ഷെ അവൾക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവളുടെ പുത്രന്മാരെ കൊന്നുകളയും. അങ്ങനെയൊക്കെയല്ലേ എഴുതിയിരിക്കുന്നത് തുയത്തൈര സഭയോടൊക്കെയുള്ള ദൂതിൽ. അപ്പം നമ്മളിതൊന്ന് ശ്രദ്ധിക്കണം. ഇത് വളരെ ഗൗരവമായ ഒരു ആത്മീയ വിഷയമാണ് പ്രിയമുള്ളവരെ. അപ്പം പിന്നീട് സംഭവിച്ചെന്താ? ഒരു കുഞ്ഞുണ്ടാകുന്നു. ആ കുഞ്ഞിനെ യഹോവ ബാധിച്ചു. ദ ലോർഡ് സ്ട്രക്ക് ദ ചൈൽഡ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവം ആ കുഞ്ഞിനെ അടിച്ചു. ഈ രോഗകാരണങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ട് രോഗം ഉണ്ടാകും. ദൈവത്തിൻ്റെ ന്യായവിധി രോഗത്തിന് കാരണമാകും. അടുത്തത്, അയോഗ്യമായി അപ്പവും വീഞ്ഞും ഭക്ഷിച്ചാൽ നിങ്ങളിൽ ചിലർ രോഗികളാകും, ബലഹീനരാകും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. നമ്മൾ രോഗം വിളിച്ചു വരുത്തുന്ന രോഗങ്ങളുണ്ട്. എനിക്ക് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. ദൈവിക ന്യായവിധിയാലുള്ള രോഗങ്ങളുണ്ട്. എല്ലാം അങ്ങനെ ആകണമെന്നില്ല. അപ്പം ആ കുഞ്ഞ് മരിച്ചുപോയി കഴിഞ്ഞപ്പം ഈ ദാവീദ് പറയുന്ന വാക്കുകളുണ്ട്, കുഞ്ഞ് രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഉപവസിച്ചാണ്. ഈ ചില ഉപവാസങ്ങൾ അങ്ങനെ ഒത്താൽ ഒക്കട്ടെന്ന് പറഞ്ഞ ഉപവാസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ഒത്താൽ ഒപ്പിക്കുന്ന പരിപാടിയല്ല. ദൈവം വിശുദ്ധനാണ്, ദൈവം നീതിമാനാണ്. വളരെ സൂക്ഷ്മതയോടെ തീരുമാനങ്ങൾ എടുക്കുക. എന്ത് കാര്യത്തിനും ദൈവം മുമ്പിലൊന്ന് ആശ്രയിക്കാം. നമ്മുടെ കഷ്ടതകളും വേദനകളും അലച്ചിലുകളും ഒക്കെ ദൈവം മാറ്റി ദൈവം മാനിക്കും, ഉയർത്തുമെന്നുള്ളത് നിസ്തർക്കമായ കാര്യമാണ്. എന്നും ദൈവം ഒരുപോലൊന്നും ഇട്ടേക്കത്തില്ല. ആര് വിശ്വസ്തയോടെ ദൈവം മുമ്പിൽ കരഞ്ഞിട്ടുണ്ടോ അവരുടെ തലമുറകളെ പിൽക്കാലത്ത് ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിന് ആരുടെയും സഹായമൊന്നും ദൈവത്തിന് ആവശ്യമില്ല. ആരെങ്കിലും സഹായിച്ചതുകൊണ്ടൊന്നുമല്ല. ഇതൊരു അത്ഭുതകരമായ ജീവിതമാണ്. കാരണം അത്ഭുതവാനും ഭയങ്കരനുമായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ നീതിയോടും ന്യായത്തോടും ദൈവത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് നമ്മുടെ ആരോഗ്യവും സമ്പത്തുമൊക്കെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട് ദൈവവചനാടിസ്ഥാനത്തിൽ വിശുദ്ധിയിലും ദൈവകൃപയിലുമൊക്കെ നമ്മൾ നിന്നാൽ ഉറപ്പായും ദൈവം അനുഗ്രഹിക്കും. അങ്ങനെയൊക്കെ ഉപവസിച്ചും പട്ടിണി കിടന്നും ഈ തുണിയൊക്കെ വയറ്റിൽ മുറുക്കിയും ഒക്കെ നടന്ന ആളുകളുടെ പിൻതലമുറകളെ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ കുവൈറ്റിലായിരുന്ന സമയത്ത് 2-3 പേരുടെ സാക്ഷ്യം കേട്ട് കണ്ണുനീരോടെയാണ് കേട്ടത്. അവരൊക്കെ ഉന്നതമായ നിലയിൽ അവിടെ ജീവിക്കുക. കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതിനെ പ്രതി സ്ഥലം കിട്ടിയില്ല, വീട് കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. വാടക വീടുകളിൽ മാറി മാറി താമസിച്ചു. മിക്ക ദിവസങ്ങളിൽ ഉപവാസമാണ്. എന്താകുമെന്നറിയത്തില്ല. കണ്ണുനീരോടെ കരഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അവരുടെ എല്ലാം തലമുറകളെ ദൈവം രാജ്യങ്ങളുടെ നന്മ കൊടുത്ത് അനുഗ്രഹിച്ചു. പക്ഷെ ഈ അനുഗ്രഹങ്ങൾ പാപകാരണമായി ഒരിക്കലും തീരാനായിട്ട് പാടില്ല. പിറ്റേ ആണ്ടിൽ രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ദാവീദ് നഗരത്തിൽ താമസിച്ചു. ഒരു നാൾ സന്ധ്യയെങ്കിൽ മെത്തയിൽ നിന്ന് എഴുന്നേറ്റ് മട്ടുപ്പാവിൽ ഉലാത്തിക്കൊണ്ടിരുന്നു. പ്രിയരെ, വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ നമ്മുടെ ആത്മീക ജീവിതം കഴിക്കാം. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപ ഈ ദിവസങ്ങൾ അനുഭവിക്കാൻ നമുക്കിടയായി തീരട്ടെ. ആമേൻ.